വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി LDFും CPIഎമ്മും ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറായ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഉദയൻ. ഇതിലൊരു വലിയ അട്ടിമറി ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭയുടെ 46 വാർഡുകളായി പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ ഗുരുവായൂർ നഗരസഭാ പ്രദേശത്തെ ഇടതുപക്ഷ മുന്നണി ഇതിനെതിരെ കോടതിയെ പോലും സമീപിച്ച് വ്യാപകമായ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇടതുപക്ഷവും CPഎമ്മും നടത്തുന്നതായി ഞങ്ങൾക്ക് സംശയമുണ്ട്. തികച്ചും ഇത് ന്യായമായ രീതിയിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് തടസ്സം നിൽക്കാൻ ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഇതിൽ അവരുടെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേരുന്നുണ്ടോ എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. റോഡ് നഗരസഭയുടെ പുറത്തിറങ്ങിയ പുതിയ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള പരാതികൾ നിലനിൽക്കുന്നത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നഗരസഭയുടെ ഓഫീസ് സംവിധാനത്തിൻ്റെ പ്രവർത്തന ഫലമായി വാർഡുകളിൽ നിന്നും കൂട്ടമായി മാറിക്കിടക്കുന്ന വോട്ടുകൾ നഗരസഭ തന്നെ അതാത് വാർഡുകളിലേക്ക്, അർഹതപ്പെട്ട വാർഡുകളിലേക്ക് വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ പോലും നഗരസഭയുടെ സെക്രട്ടറി അത് പറഞ്ഞിട്ടുള്ളതാണ്. അതനുസരിച്ച് പരാതികൾ കൊടുത്തു. നഗരസഭയുടെ ഓഫീസ് രേഖയായ ഓഫീസ് നോട്ടീസ് ബോർഡിൽ ഒഫീഷ്യലായി നഗരസഭ പ്രസിദ്ധീകരിച്ച പേരുകൾ പോലും അതാത് വാർഡുകളിലേക്ക് മാറ്റാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന EROക്കോ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. LDFിലെയും UDFിലെയും നേതാക്കളടക്കം ജീവിച്ചിരിക്കുന്ന പലരെയും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടുണ്ടെന്നും ഉദയൻ പറഞ്ഞു. ജനങ്ങളുടെ സമ്മതിദാനാവകാശം നിഷേധിക്കലാണ് നടന്നിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ജീവിച്ചിരിക്കുന്ന പല പൊതുപ്രവർത്തകരടക്കമുള്ള മുൻ ജനപ്രതിനിധികളടക്കമുള്ള ഇടതുപക്ഷമെന്നോ ഐക്യമുന്നണി എന്നോ വ്യത്യാസമില്ലാതെ പല ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെയും വോട്ടുകൾ നീക്കം ചെയ്തിരിക്കുന്നു. ഇത് എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് അത്തരത്തിലുള്ള ആളുകളുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള ഒരു അധികാരം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയത് എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങളിതിൻ്റെ പരാതി കൃത്യമായിട്ട് നഗരസഭ സെക്രട്ടറി EROനെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുകളിലേക്കുള്ള പരാതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, കൗൺസിലർമാരായ BV ജോയ്, KPR റഷീദ്, KM മെഹ്റൂഫ്, നേതാക്കളായ സാബു ചൊവ്വല്ലൂർ, സിൻഡോ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയെ കണ്ട് പരാതി അറിയിച്ചത്.